യെസ്, എം കെ ഹരിദാസ്, ഇങ്ങനെ ഈ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ യെസ്. കേന്ദ്ര ഏജൻസിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന് വന്നാൽ ദേവസ്വം ബോർഡുകളാൽ ഭരിക്കപ്പെടുന്ന എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വത്ത് വിവരത്തെ കുറിച്ചുള്ള ഒരു അന്വേഷണം, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ശ്രീ അനിൽ നമ്പ്യാർ, ഈ ശബരിമലയിലെ ഗുരുവായൂർ ദേവസ്ഥത്തിലെ 2425 കോടി രൂപയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ളത്. ഈ ശബരിമലയിലെ പ്രതിവർഷം 600 കോടിക്കും 700 കോടിക്കും ഇടയിൽ നടവരവ് മാത്രം, അരവണയും അപ്പവും വിറ്റിട്ടുള്ളതല്ല, നടവരവ് മാത്രമുള്ള ശബരിമലയിൽ ഇന്ന് കിട്ടിയ ഒരു മറുപടിയിലെ 49 ലക്ഷം രൂപയാണ് ആകെക്കൂട്ടി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളത്. അപ്പൊ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് മാത്രം കേന്ദ്രീകരിച്ചിട്ട് അന്വേഷണം നടത്താതെ ശബരിമലയിൽ വരുന്ന പണം എന്ത് ചെയ്യുന്നു, കോടിക്കണക്കിന് രൂപ എങ്ങനെ എങ്ങോട്ട് ഒഴുകിപ്പോകുന്നു, എന്തുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശബരിമലയിൽ കേവലം 49 ലക്ഷം രൂപ മാത്രം ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് വരാൻ കാരണം എന്നുള്ള കാര്യത്തെ കൂടി കുറിച്ചുകൂടി അന്വേഷിക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ശ്രീ രവിശങ്കർ പറഞ്ഞു വാസുവിനെയും പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്തില്ലേ. അത് ശ്രീ രവിശങ്കർ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതിന്റെ മുകളിലേക്ക് അറസ്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഗിമ്മിക്കാണത്. അല്ലാതെ അതൊരു വലിയ ത്യാഗമൊന്നുമല്ല. ശരിയായിട്ടുള്ള അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് പോയിട്ടുള്ള മുൻ മന്ത്രിമാരും അതുമാതിരി തന്നെ മറ്റു പലരും അകത്താവാനുള്ള സാഹചര്യം ഈ 2 അറസ്റ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈ ക്യാപ്സ്യൂൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തടയിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണു പറഞ്ഞതിന്റെ തുടക്കമായിട്ട് തന്നെ നാളെ ഈ കേസിന്റെ SIT എന്ത് കുറ്റപത്രമാണ് ശ്രീ അനിൽ നമ്പ്യാർ സമർപ്പിക്കുക? തൊണ്ടി എവിടെ? ഗോവർദ്ധന്റെ കടയിൽ നിന്നും കിട്ടിയ സ്വർണം ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്നും വേർതിരിച്ചതാണോ, അല്ലെങ്കിൽ കട്ടിളപ്പടിയിൽ നിന്നും വേർതിരിച്ചതാണോ? ഇതിന്റെ ഫോറൻസിക് റിപ്പോർട്ടുകൾ കൃത്യമായി ഹാജരാക്കാതെ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെല്ലുമെന്ന് കരുതി ഗോവർദ്ധൻ അന്ന്, അതായത് 4 കൊല്ലം മുമ്പോ അല്ലെങ്കിൽ 3 കൊല്ലം മുമ്പോ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർണം എടുത്തു കൊടുക്കുകയാണ്. ഇതാ ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പടിയിലെയും സ്വർണം എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് വന്നപ്പോ ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ്? അപ്പോൾ കണ്ടുകെട്ടിയ സ്വർണം യാതൊരു കാരണവശാലും ശബരിമലയിൽ നിന്നും മോഷണം പോയ സ്വർണമല്ല. തൊണ്ടിയില്ലാത്ത ഈ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോയിട്ട് അങ്ങേയറ്റം നമ്മൾ പറയില്ലേ, പരിഹാസ്യമായിട്ടുള്ള ഒരു അന്വേഷണമാണ് മുൻപോട്ട് പോകുന്നത്. ഈ അന്വേഷണം കൊണ്ട് നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. പരമാവധി ശിക്ഷിക്കപ്പെടുക തന്ത്രി ആയിരിക്കും. കാരണം തന്ത്രിക്ക് രാഷ്ട്രീയ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്ത്രി ഈ കേസിൽ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത ഞാൻ കുറച്ച് കാണുന്നുണ്ട്. അല്ലാതെ നിലവിൽ ഈ അന്വേഷണം മുൻപോട്ട് പോയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇടത്താവളം ഉണ്ടാക്കിയിട്ടും ശബരിമല റെയിൽവേക്ക് ആവശ്യമുള്ള പണം ഫണ്ട് നീക്കി വെച്ചത് കൊണ്ടൊന്നും ശ്രീ രവിശങ്കർ സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ ചെയ്തു എന്ന് പറയുന്നതൊക്കെ ആനമണ്ടത്തരമാണ്. ഒരു ശബരിമല ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിൽ സർക്കാരിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയെങ്കിൽ അത് സർക്കാരിന്റെ പരാജയമാണ്. ദേവസ്വം സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ശബരിമലയിലെ എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങൾക്കും അതാത് കാലത്ത് ദേവസ്വം മന്ത്രി പോയിട്ട് കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഈ സ്വർണം അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനാണ്, കാലങ്ങളായി ഭരിച്ചിട്ടുള്ള ദേവസ്വം ബോർഡിനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ രവിശങ്കർ, സമയമില്ല, ഒറ്റ മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. നോക്കൂ, CBI വരുന്നത് തന്നെയല്ലേ നല്ലത്? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വരുന്നത് തന്നെയല്ലേ നല്ലത്? കാരണം ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് സ്വർണ്ണക്കൊള്ളയ്ക്ക്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കോടതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഭയവുമില്ല. രണ്ടാമത് ഈ അന്വേഷണം ശരിയായ വഴിക്ക് തന്നെയാണ് പോകുന്നതെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ 1-2 കാര്യം പറയാനുണ്ട് സാർ. പെട്ടെന്ന് പറയാൻ വേണ്ടിയാ. ഹിന്ദുക്കൾ എന്ന് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച മൂർത്തി സാറ് പറഞ്ഞു, ഞങ്ങൾക്ക് ഹിന്ദുക്കളാകട്ടോ, ഈ തൂണിലിട്ടവർ മാത്രമല്ല ഹിന്ദുക്കൾ, ബാക്കിയുള്ളവരും ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾ തന്നെയാണ്. സാറിന്റെ സമയത്ത് ഞാൻ ഇടപെട്ടില്ല. സാർ മിണ്ടരുത്. ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം അധികാരത്തിൽ വന്നപ്പോ കൊണ്ടുവന്ന ഒരു നമ്പൂതിരിയാ മുഖ്യമന്ത്രിയാക്കിയത്. അത് നല്ല നമ്പൂതിരിയാ മുഖ്യമന്ത്രിയെ. കള്ളൻ പോറ്റിയെ ഞങ്ങൾ കള്ളൻ പോറ്റിയെ തന്നെ വിളിക്കും. ഈ തന്ത്രിയെ സംബന്ധിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം ജനം TV തന്നെ ഒരു IPS ഉദ്യോഗസ്ഥൻ വന്നിരുന്ന് പറയുന്നതിന്റെ ക്ലിപ്പുകൾ ഞാൻ കണ്ടു. ഞാനല്ലല്ലോ പറഞ്ഞത്, അവിടെ ചാർജ് ഉണ്ടായിരുന്ന IPS ഉദ്യോഗസ്ഥനല്ലേ. ആ തന്ത്രി എന്താ അവിടെ ചെയ്തോണ്ടിരുന്നെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. മേൽശാന്തി എന്താ ചെയ്തോണ്ടിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതൊന്നും കാര്യമല്ല. പിന്നെ അനുജ്ഞ എന്ന് പറയുന്ന രേഖാമൂലം സാർ അനുജ്ഞ എന്ന് പറയുന്നത് രേഖാമൂലം തന്ത്രി എഴുതി കൊടുക്കുന്നതാണ്. ആ അനുജ്ഞ എഴുതി കൊടുത്ത് ശബരിമലയിൽ നിന്നും സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയത് തന്ത്രിയുടെ മൗനാനുഭവത്തോടെയാണ്. അതുകൊണ്ട് തന്നെ തന്ത്രി കുറ്റക്കാരനാണ്. യാതൊരു തർക്കവും വേണ്ട കാര്യത്തിൽ യാതൊരു ഇതുമില്ല.
ഇനി അടുത്ത ഒരു കാര്യം കൂടെ, ഞാൻ ആചാര ലംഘനത്തെ കുറിച്ച് പറഞ്ഞു. വത്സൻ തില്ലങ്കരി എന്ന് പറയുന്ന ആൾ 18ാം പടിക്ക് തിരിഞ്ഞു നിന്ന് പ്രസംഗിച്ചപ്പോ ആചാര ലംഘനം നടന്നില്ലേ? 18ാം പടിക്കൽ അയ്യപ്പന്റെ ഏറ്റവും ഇപ്പൊ എവിടെ ആചാര ലംഘനത്തെ കുറിച്ച് അതൊരു ക്രിമിനൽ കുറ്റമാണെങ്കിൽ ആദ്യം അകത്ത് പോകേണ്ടത് പിണറായി വിജയനാണ്. 18ാം പടി കയറി പോയാൽ തിരിച്ചിറങ്ങി വരുന്നത് ശ്രീ രവിശങ്കർ അങ്ങോട്ട് മുഖം തിരിഞ്ഞു നിന്നാണ് സാർ. അങ്ങോട്ട് മുഖം തിരിഞ്ഞ് അയ്യപ്പൻ അഭിമുഖമായി നിന്നാണ് തിരിച്ചിറങ്ങി വരുന്നത്. അവിടെയാണ് മനസ്സിലാക്കിക്കോണം. ആചാര ലംഘനം